ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ബിരിയാണി. നിങ്ങൾ എൻ്റെ വീഡിയോ മൊത്തം കാണണേ. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും ബിരിയാണിയും സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. നല്ല എക്സ്പേർട്ടുള്ള ആൾ തന്നെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും ഒക്കെ അറിയാമെന്നുള്ള ഒരാൾ, അതായത് എൻ്റെ ഹസ്ബൻഡാണ് ഈ ബിരിയാണിയും ചിക്കൻ കറിയും വെച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾക്ക് വർക്ക് ഏരിയ ഉണ്ട്, അവിടെയാണ് ചോറ് വയ്ക്കുന്നത്. ഇത് നമ്മുടെ കിച്ചൺ. അപ്പം ചേട്ടനാണ് ചിക്കൻ ബിരിയാണി വെക്കാൻ പോകുന്നത്. ഞാൻ കൂടെ ഒരു സഹായത്തിന് ഉണ്ട്. ആൾ നല്ലൊരു കുക്കാണ്, നന്നായിട്ട് ഫുഡ് വയ്ക്കും. മെയിൻ ചിക്കൻ കറിയാണ്, പിന്നെ ബിരിയാണിയും നന്നായിട്ട് വയ്ക്കും. ആൾ റെസ്റ്റോറൻറ്റിലൊക്കെ നിന്നിട്ടുണ്ട്. വർക്കലയും കോവളം ബീച്ചിൽ അവിടെ വർക്ക് ചെയ്ത ആളായിരുന്നു. അപ്പോൾ എന്താ, നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് ബിരിയാണി റൈസ് ഇടുവാണ് അതിൻ്റെ അകത്തേക്ക്. ഈ ചോറ് വാർത്ത് വയ്ക്കുന്ന ഞാനാണേ, അതായത് വെള്ളം ഊറ്റിയെടുക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയും, ഊറ്റി വയ്ക്കുവാന്നും അങ്ങനെയൊക്കെ പറയും. ഇത് നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതാണേ. എന്നിട്ട് അതിൽ നമ്മൾ കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും കൂടി ഉപ്പും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഈ അരപ്പൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ കിച്ചണിൽ വേറെ ജോലിയിലായിരുന്നു, അതിനെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്തിട്ട് ഇനി അതിനുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ പൈനാപ്പിൾ, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെന്തുവാ ബീൻസ്, സവോള വഴറ്റി ഇത് ഫ്രൈ ആക്കിയതൊക്കെ ഉണ്ടല്ലോ, അതിടുക. വലിയ ശരീരമാണ്, എന്നാലും അത്യാവശ്യം ചോറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ക്രിസ്മസ് ഫംഗ്ഷന് ചെയ്ത ഫുഡാണിത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയും ചോറ് വെച്ചപ്പം ക്രിസ്മസ് നമ്മൾ പൊളിച്ചു എന്ന് മനസ്സിലായല്ലോ. സൂപ്പറായിരുന്നു. ഇതൊക്കെ ചുറ്റും ആൾക്കാരുണ്ട്, അതാ തമാശയൊക്കെ പറഞ്ഞിട്ട്. ഇത് നല്ല ടേസ്റ്റും കളർഫുള്ളിനൊക്കെ വേണ്ടി ഇങ്ങനെയൊക്കെ ഇടുന്നത്. നല്ല ഭംഗിയല്ലേ ഈ ബിരിയാണി ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതല്ലേ. ബിരിയാണിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, നിങ്ങൾ ഏതൊക്കെ കഴിച്ചിട്ടുണ്ട്? ദം ബിരിയാണി, അങ്ങനെ കുറേ ഉണ്ടല്ലോ അല്ലേ, വെറൈറ്റി ബിരിയാണീസ്. അപ്പോൾ നമ്മൾ ചോറ് മൊത്തത്തിൽ തട്ടിയിരിക്കുകയാണ്. ഇത് എല്ലാം കൂടി ഇട്ട് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കിണ്ടിയൊരെടുപ്പുണ്ട്, അതിനുള്ള സലാഡ് റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഓക്കെ. നമ്മുടെ ആ ഒരു മല്ലിയിലയും ഇലയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് ലാസ്റ്റ് അതിൻ്റെ ബിരിയാണിയുടെ ഇത് നമ്മുടെ ചിക്കൻ കറിയും ഫിനിഷ് ആയിട്ട്. അപ്പോൾ എൻ്റെ ബിരിയാണിയിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.